ക്രിക്കറ്റ് ആരാധകരെ എല്ലാം വലിയ രീതിയിൽ നിരാശയിലാഴ്ത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വിരാട് കോഹ്ലി അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായി ടെസ്റ്റിൽ വിരാട് കോഹ്ലിക്ക് നല്ല കാലമായിരുന്നുമില്ല. എന്നാൽ ശരാശരി പ്രകടനം അപ്പോഴും താരം നടത്തിയിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇംഗ്ലണ്ടിനെതിരെ അടുത്ത മാസം പരമ്പര നടക്കാനിരിക്കെയാണ് കോഹ്ലിയുടെ ഈ അപ്രതീക്ഷിതമായ വിരമിക്കൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇത് ക്രിക്കറ്റ് ലോകത്ത് മുഴുവൻ വലിയ രീതിയിലുള്ള ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ വിരമിച്ച ശേഷം ഇന്ത്യയുടെ മുൻനിരയിൽ കോഹ്ലി തന്നെയായിരുന്നു നിലനിന്നിരുന്ന പ്രധാന ബാറ്റർ എന്നതും. 4-ാം നമ്പറിലായിരുന്നു താരം ബാറ്റ് ചെയ്തിരുന്നത്. ഒരു ടെസ്റ്റ് മത്സരത്തിൽ ബാറ്റ് ചെയ്യുമ്പോൾ ടീമിനെ സംബന്ധിച്ചുകൊണ്ട് ഏറെ നിർണായകമായ പൊസിഷൻ കൂടിയാണ് 4-ാം നമ്പർ എന്നത്. മത്സരത്തിൽ ടീമിന് മേൽക്കൈ നേടിയെടുക്കുവാനായി ഈ നമ്പറിൽ ബാറ്റ് ചെയ്യുന്ന താരത്തിന് കഴിയുകയും ചെയ്യും. കോഹ്ലിയും സച്ചിനും പൂജാരയും ഉൾപ്പെടെ ഒട്ടേറെ പേർ അക്കാര്യം നിരവധി പ്രാവശ്യം വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനാൽ കോഹ്ലിയുടെ വിരമിക്കലിന് പിന്നാലെ ഏറ്റവും അധികം ചർച്ചയാകുന്നത് 4-ാം നമ്പറിൽ പകരക്കാരൻ ആരായിരിക്കും എന്നതാണ്. പക്വതയും അതുപോലെ പാകതയും വന്നൊരു താരത്തെ തന്നെയാകണം ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് കൂടുതൽ പേര് മുന്നോട്ട് വെക്കുന്ന അഭിപ്രായം എന്നതും. പക്ഷേ ഇപ്പോൾ മുൻപ് ഈ പൊസിഷനിൽ ഇന്ത്യക്ക് വേണ്ടി നിരവധി ഇന്നിംഗ്സുകളിൽ ബാറ്റ് വീശിയിട്ടുള്ള ചേതേശ്വർ പൂജാര തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. കോഹ്ലിയുടെ വിരമിക്കലിനെ തുടർന്നുകൊണ്ട് ഈ പൊസിഷൻ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയെന്നാണ് പൂജാര കൂടുതലും പറയുന്നത്. എന്നാൽ ഇന്ത്യക്ക് മുൻപിൽ അതൊരു വെല്ലുവിളിയാകാതിരിക്കാൻ നല്ല പകരക്കാരനെ കണ്ടെത്തണമെന്നും താരം കൂട്ടിച്ചേർത്തു. 4-ാം നമ്പറിൽ ആരാണ് ബാറ്റ് ചെയ്യാൻ അനുയോജ്യൻ എന്ന് കണ്ടെത്താൻ നമുക്ക് 2 പരമ്പരകളെങ്കിലും കൂടുതൽ ആവശ്യമാണ്. അതിനുള്ള പ്രധാന കാരണം അതൊരു പ്രധാന സ്ലോട്ട് ആയതാണ്. മാത്രമല്ല ഈ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ ഏറ്റവും മികച്ച ബാറ്റർ ആവശ്യമായിട്ടുമുണ്ട്. ഈ സമയത്ത് അവിടേക്ക് ഏറ്റവും അനുയോജ്യനായ കളിക്കാരൻ ആരാണെന്ന് ടീം മാനേജ്മെന്റ് കണ്ടെത്തുകയും വേണമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി.